വീടുകളിൽ വാട്ടർ ടാങ്ക് വന്നപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ അനുഗ്രഹമായത് സ്ത്രീജനങ്ങൾക്കാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് കൂടുതലും കിണറുകളാണല്ലോ. ആ കിണറുകൾ ഉള്ള സമയത്ത് അന്ന് ഈ മോട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല ആരും. പൈപ്പ് ലൈനോ വാട്ടർ ടാങ്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ ടൈമിൽ സ്ത്രീകൾക്ക് ഈ ആർത്തവ സമയത്ത് കിണറിൻ്റെ അടുത്ത് പോവുകയോ കിണറിൽ തൊടുകയോ വെള്ളം കോരാനോ ഒന്നും പാടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം മാത്രമല്ല, അത് അങ്ങനെ ചെയ്തിട്ടുള്ളവർ, അനുഭവമുള്ളവർ ഒരുപാടുണ്ടാവും. അങ്ങനെ അറിയാതെ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറിൽ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കാനോ അല്ലെങ്കിൽ ചത്ത് വീഴാനോ എലിയോ പൂച്ചയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വീഴാനൊക്കെയുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ഒരുപാട് അനുഭവസ്ഥരുണ്ടാവും അതിനെപ്പറ്റി. എന്നാൽ പിന്നീട് അതിനൊക്കെ മാറ്റമുണ്ടായി. അതിന് മുകളിൽ വലയൊക്കെ വിരിച്ചു. എത്ര വലയൊക്കെ ഇട്ടാലും ഇത് സംഭവിക്കുമായിരുന്നു അന്ന്. അപ്പോൾ പിന്നീട് വാട്ടർ ടാങ്ക് വന്നു, മോട്ടോർ വന്നു. അപ്പോഴത്തേക്ക് അത് ഒരുപാട് എല്ലാവർക്കും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വെള്ളമൊക്കെ എടുക്കാം. അപ്പോൾ ഈ വാട്ടർ ടാങ്കിന് ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്, എവിടെയാണ് ആ സ്ഥാനം എന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നമുക്കറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞു പോകുമ്പോഴത്തേക്ക് കുറച്ച് ലെങ്ത് കൂടുന്നു എന്നെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കഥ അതിനകത്ത് കയറി വരികയും അതങ്ങ് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ചാനലും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഥകൾ പറയാൻ വേണ്ടി മാത്രമാണ്. അതിനകത്ത് ഈ പറയുന്ന ഡിവോഷണലോ വിശ്വാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ചാനലിൻ്റെ പേര് ഛായാമുഖി എന്നാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് കഥ പറയാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കാരണം മറ്റുള്ളവർക്ക് ബോറടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് വാട്ടർ ടാങ്ക്, അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം എവിടെയാണ്, അല്ലേ? വാട്ടർ ടാങ്കുകളില്ലാത്ത വീടുകളില്ല. വാസ്തുപ്രകാരം ഇന്ത്യൻ തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അത് പ്രകാരം വാട്ടർ ടാങ്കിന് എല്ലാ വസ്തുക്കൾക്കും ഓരോ സ്ഥാനമുണ്ട്, അല്ലേ? മനുഷ്യന് പോലും ഒരു സ്ഥാനമുണ്ട്. ഇരിക്കേണ്ടടുത്തേ ഇരിക്കാവൂ എന്ന് നമ്മൾ പറയും, അല്ലേ? അതിപ്പോൾ നമുക്ക് സ്ഥാനമില്ലാത്ത ഒരിടത്ത്, നമുക്ക് അംഗീകാരമില്ലാത്ത ഒരിടത്ത്, നമ്മളെ അവഗണിക്കപ്പെടുന്ന ഒരിടത്ത് നമ്മൾ നിൽക്കുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തിരിക്കണം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഭൂമി, ജലം, അഗ്നി, വായു എന്ന് പറയുന്ന അതിൽ ഒന്ന് ആണ് ജലമെന്ന് പറയുന്നത്. അപ്പോൾ ആ ജലം ഇതെല്ലാം സന്തുലിതമായിട്ടിരുന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു പോസിറ്റീവ് വൈബ് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ജലത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ദൈവിക സങ്കല്പം ജലത്തിനുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ജലത്തിനെ ആരാധിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിഞ്ഞൂടെ, ഇവിടുത്തെ നദികളെല്ലാം തന്നെ ഏതാണ്? ഒരു സ്ത്രീയുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? എല്ലാ നദികളും. ഇത് ഞാൻ പറയുമ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് നിങ്ങൾ ചോദിക്കും, അപ്പോൾ ബ്രഹ്മപുത്രയും പാമ്പാറിൻ്റെ കാര്യം നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, ഭാരതപ്പുഴയുടെ കാര്യം ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അത് പറയുമ്പോൾ പശുവിൻ്റെ അകിടിൽ പാലുണ്ടെങ്കിലും കൊതുക് പാല് കുടിക്കില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീയായിട്ടാണ് ആരാധിക്കുന്നത്, അല്ലെ? ദേവീ സങ്കല്പമാണ് ഈ പറയുന്ന ജലത്തിനുള്ളത്. നമുക്കറിഞ്ഞൂടെ, ദേവി ഭക്തന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉടായ്പ കാണിച്ചാലും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും ദേവി ഭയങ്കരമായിട്ട് ക്ഷമിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു അമ്മയുടെ സ്ഥാനത്താണ്. എന്ത് തെറ്റ് ചെയ്താലും അമ്മ നമ്മളോട് ക്ഷമിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ക്ഷമിക്കും. പക്ഷേ ദേഷ്യം വന്നാലോ എന്താ, ജലത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ വേണേലും ഒഴുക്കി കൊണ്ടുവരാം, എങ്ങനെ വേണേലും ദേവി ആരാധിക്കാം, അതുപോലെ എങ്ങനെ വേണേലും ജലത്തിനെ ഒഴുക്കി കൊണ്ടുവരാം. പക്ഷെ അത് കോപിഷ്ഠയായാൽ എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ്. വാട്ടർ ടാങ്ക് നമ്മളെപ്പോഴും സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ ടാങ്കുകൾ സാധാരണ വീടിന് മുകളിലായിരിക്കുമല്ലോ. ഞാൻ വീടിന് മുകളിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഭൂഗർഭ ജലസ്രോതസ്സുകളുണ്ട്. ഭൂഗർഭ ജലസ്രോതസ്സെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കിണറുകളെയാണ്. കിണറുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വടക്ക് കിഴക്കേ മൂലയാണ്, അല്ലേ? അവിടെയാണ് കിണറുകൾ സാധാരണ. ഭൂഗർഭ ജലമാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താവാം, ഈ കിണറുകളുടെ പ്രധാനപ്പെട്ട സ്ഥാനം അവിടെയാണ്. ജലത്തിൻ്റെ നീരൊഴുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് സെപ്റ്റിക് ടാങ്ക്, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് വരേണ്ടത്. പ്രധാനമായിട്ടും നോക്കേണ്ടത് ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഭൂമിക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഓവർ ഹെഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വീടിന് മുകളിൽ നമ്മൾ എന്ത് സ്ഥാപിക്കാറുണ്ട്?
വാട്ടർ ടാങ്ക് സ്ഥാപിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചിലർ വീട്ടിൽ നിന്നും മാറ്റി പുറത്ത് വലിയ സ്റ്റാൻഡ് പണിതിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ മുകളിലും ടാങ്ക് സ്ഥാപിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും എല്ലാം ഈ ഓവർ ഹെഡിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും വീട്ടിന് മുകളിൽ ഇത് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ് ഏറ്റവും ഉത്തമം. വീടിൻ്റെ മുകളിൽ നിങ്ങൾ ഈ കന്നിമൂല എന്ന് പറഞ്ഞ് നോക്കുന്നത് വീടിൻ്റെ അല്ല നോക്കുന്നത്, വസ്തുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വാട്ടർ ടാങ്ക് വരുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കും കേട്ടോ. അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ നല്ല ഐക്യം ഉണ്ടാവുകയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും എന്ന് വാസ്തുവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. അതുപോലെ തെക്കും ആകാം പടിഞ്ഞാറും ആകാം, നല്ലതാണ്. ഏറ്റവും ഉചിതം തെക്ക് പടിഞ്ഞാറ്, തെക്കും ആകാം പടിഞ്ഞാറും ആകാം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. യാതൊരു കാരണവശാലും ഈ പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ നിൽക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം, അപകീർത്തി, ഇത് രണ്ടും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപകടം അതായത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അപകടം, മറിഞ്ഞു വീണാലും അത് അപകടമാണല്ലോ. അപകടം, അപകീർത്തി, നമ്മളെപ്പറ്റി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാട്ടിൽ ചർച്ചയാവും. ചിലപ്പോൾ നമ്മൾ മനസ്സാ വാച കർമ്മണ നമ്മൾ അറിയത്ത പോലും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്തൊന്ന് പറയും, എന്താ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അറിയിക്കുന്നത് എന്ത് കാര്യം, അത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ക്ഷുഭിതനാവുകയും ചെയ്യും. നമ്മൾ ക്ഷുഭിതനായിട്ട് എന്ത് ചെയ്യും, അത് ആ കക്ഷി എടുത്ത് വിളിച്ചു ചോദിക്കും, നിങ്ങൾ ഈ പറഞ്ഞ 10 പേരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് 100 പേരെയും കൂടെ അറിയിക്കും അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് അപകീർത്തിയാണ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് പറഞ്ഞു വന്നപ്പോഴാണ് കണ്ടോ കഥയിലേക്ക് പോകുന്നത്. കൊണ്ടാണ് നമ്മളെടുത്ത് സഹകരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് മറ്റൊരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വന്ന് പറഞ്ഞാലും നമ്മളൊരു കാരണവശാൽ അത് കേൾക്കാൻ നിൽക്കരുത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതായത് സ്വന്തം കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാവൂ. അല്ലെ പിന്നെ നമുക്ക് എന്ത് ക്യാരക്ടറാണുള്ളത്, നമുക്ക് ആ മറ്റേ വ്യക്തിയായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? നമ്മൾ നമ്മുടെ കണ്ണിലൂടെ ലോകത്തെ കാണുക. ആരും ആരെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, നമ്മൾക്ക് എന്താണോ അയാൾ തരുന്നത്, അയാളുടെ പെരുമാറ്റം കൊണ്ട്, അയാളുടെ പ്രവർത്തനം കൊണ്ട്, അയാളുടെ സംസാരം കൊണ്ട്, അയാളുടെ സംസ്കാരം കൊണ്ട്, അയാളുടെ സന്ദേശം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ഈസ് നോട്ട് എ ബെറ്റർ പേഴ്സൺ. അത് നമ്മൾ 10 പേരോടല്ല പറയണത്, നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്നത് ശരിയുള്ള ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നില്ലേ, നമ്മളെപ്പോഴും ഈ സനാതന ധർമ്മത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമ്മൾ തൊഴുത് കാണിക്കുന്ന എന്തിനാണ്? നമ്മൾ അയാളെക്കാൾ താഴെ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കുന്ന അയാളെക്കാൾ താഴെ ഒന്നും അല്ല. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവാംശം ഉണ്ടെങ്കിൽ അത് നിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നിന്നെ സൃഷ്ടിച്ചൊരു ഈശ്വരൻ ഉണ്ടല്ലോ, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നീ എന്നേക്കാൾ മേളിയിരിക്കുന്നതുകൊണ്ടല്ല ഞാൻ നിന്നെ കാണുമ്പോൾ തൊഴുന്നത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കണ്ണിലൂടെ നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കേ മൂലയിലാണ് വരുന്നത്. കിണർ അവിടെ വരാം, പക്ഷേ ഈ ഓവർ ഹെഡ് ആയിട്ടുള്ള സംഭവം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അപകടവും അപകീർത്തിയും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, നമുക്കിപ്പോൾ സ്ഥലമില്ലാത്തവരുണ്ടാവും അല്ലേ, നമുക്കവിടെ ഈ പറയുന്ന വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനുള്ള ഒരു പ്ലേസ് മേളിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോൾ അവർ യാതൊരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടത് അടുക്കളയുടെ തൊട്ട് മുകളിൽ വാട്ടർ ടാങ്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായിട്ടോ, നിങ്ങൾ മേളിൽ എവിടെ വേണമെന്ന് വെച്ചോ, അടുക്കളയുടെ മേളിൽ ഒരു കാരണവശാലും ഈ പറയുന്ന വാട്ടർ ടാങ്ക്, അത് ഭയങ്കര, ഇത് എന്താണോ ഞാൻ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ദുരിതങ്ങൾ ഈ പറയുന്ന അടുക്കളയുടെ മുകളിൽ വാട്ടർ ടാങ്ക് വന്നു കഴിഞ്ഞാൽ, ചിലർ ചിമ്മിനിയുടെ ഒക്കെ മുകളിലൊക്കെ എടുത്ത് വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ നല്ല അസുഖങ്ങൾ ഉണ്ട്, മാറാത്ത അസുഖങ്ങൾ, സ്ഥിരം വരുന്ന പനിയും ജലദോഷവും അല്ല ഞാൻ പറയുന്നത്, മാറാത്ത ചില അസുഖങ്ങളുണ്ടല്ലേ. നമുക്ക് ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എന്ന് പുറത്തുനിന്ന് നോക്കുന്നതൊക്കെ ഓക്കെ ആയിരിക്കും, എന്താണ് എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഉള്ളവർക്ക് മാറാത്തൊരു രോഗം, അത് എപ്പോൾ വിളിക്കുന്നു എന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിനാണ് സത്യത്തിൽ നമ്മൾ ഈ വിശ്വാസങ്ങളുടെ പിന്നാലെയൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അടുക്കളയുടെ മുകളിൽ വരരുത്. ഇനി സ്ഥലമില്ലാത്തവർ, ഞാൻ പറഞ്ഞില്ലേ വടക്ക് കിഴക്കേ ഭാഗത്ത് പാടില്ലെന്ന്, മൂലയിൽ നിന്നും 3 അടി മാറ്റി ചെയ്താൽ പരിഹാരമുണ്ട്. മൂലയിൽ നിന്നും 3 അടി മാറ്റി അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം കിഴക്കാകരുത്, അവിടുന്ന് കിഴക്ക് വടക്കേ മൂലയിൽ നിന്ന് 3 അടി, 2 ഭാഗം, ആ കോണിലിൻ്റെ 2 ഭാഗത്തു നിന്ന് 3 അടി മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകില്ലെന്നും ഈ പറയുന്ന വാസ്തുശാസ്ത്രത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. എല്ലാത്തിനും എന്തുണ്ട്,
പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും സ്ഥാനങ്ങളുണ്ടെന്ന്. ഇതെല്ലാം നമ്മുടെ വിശ്വാസങ്ങളുടെ പുറത്താണ്. നമ്മൾ പലരും പറയാറുണ്ട് നമ്മുടെ വിശ്വാസങ്ങൾ ഒരുപാട് ദൈവവിശ്വാസം ആകുന്നത് എന്താണ്, അവരെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം എന്ന് പറയും. ഒന്നുകിൽ ഒരുപാട് തെറ്റ് ചെയ്തവരായിരിക്കും, ഭയം കൊണ്ടായിരിക്കും ദൈവത്തെ വിളിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പറയാറുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു മനുഷ്യനും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ ഈശ്വരനെ വിളിക്കുന്നത് അവർ പാപികളായതുകൊണ്ടോ അവർ തെറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, എന്നേക്കാൾ വലിയ ശക്തി എനിക്ക് മുകളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ അത് മനുഷ്യനാകാം. നമ്മളെക്കാൾ കഴിവും അറിവും വിവരവും ബോധമുള്ളവരെ നമ്മൾ അംഗീകരിക്കാറില്ലേ എന്ന് പറയുന്നത്, അതിനും മുകളിൽ ഉണ്ടല്ലോ. അതാണ് എന്തെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഈ പറയുന്ന ഭയത്തിനെ ആരാധിച്ചിരുന്നു എന്ന് പറയുന്ന സത്യമാണ്. അന്ന് മനുഷ്യൻ അറിവ് കൊണ്ട് അത്രയും എന്തായിരുന്നില്ല, ഞാൻ പ്രാകൃതരായിട്ടുള്ള മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ന് അവർ അറിവ് കൊണ്ട് അത്രയും ആ ഒരു പാരമ്യതയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ പറയുന്ന ഈ വേദങ്ങൾ പഠിക്കാൻ തുടങ്ങിയതും, എന്താണ് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവെന്ന അർത്ഥം. ആ വേദം എന്താണെന്ന് പഠിക്കാൻ തുടങ്ങിയതും, 4 വേദത്തിലെ ഏറ്റവും പ്രാധാന്യം എന്തിനാണ് എന്നുള്ളതും, ഉപനിഷത്തുക്കളാണെങ്കിലും അരണ്യകങ്ങളാണെങ്കിലും എല്ലാം തന്നെ പഠിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് എന്താണ് ദൈവം എന്ന സങ്കല്പത്തെക്കുറിച്ചും. അപ്പോൾ അത് എന്ന് പറയുന്ന ഒരിക്കലും നാണക്കേട് ഉണ്ടാവേണ്ട കാര്യമൊന്നുമല്ല, അല്ലേ? അത് ഏത് മതവിശ്വാസിയാണെങ്കിലും. എനിക്ക് തോന്നുന്നു ഹിന്ദുസിലാണ് ഏറ്റവും കുറവ് വിശ്വാസികളുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളതും നമ്മുടെ ഈ ഒരു ഹിന്ദു വിഭാഗത്തിലാണ്. ബാക്കിയുള്ളിടത്തൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം വിരലിലെണ്ണാവുന്ന രീതിയിലേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ അതിനകത്ത് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന് എത്ര തെറി പറഞ്ഞാലും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ളവർക്ക്. അത് സത്യമാണ്. അവിടെ പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ പറഞ്ഞ ആ ഒരു വരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അനന്യ ചിന്തയന്തോ മാം യജന പര്യുപാസതേ തേംഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. സംഭവത്തിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? നല്ല രസകരമായ ഒരു അർത്ഥമാണ്. നമ്മൾ ഈ സഹസ്ര ശീരുഷ പുരുഷ തുടങ്ങിയിട്ട് ഇനി ഏറ്റവും അവസാനം വരുമ്പോൾ ആ വായിച്ചതിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം, അതായത് ഒരു മനസ്സ് നിറയുന്ന ഒരു വാക്കാണത്, ഒരു വരികളാണത്. അനന്യ ചിന്തയും തോമാം യേജന പരിവാസത തേംഷാം നിത്യാഭ്യുക്താനം യോഗക്ഷേമം മഹാമ്യം. അർത്ഥം വേറൊന്നുമല്ല, ഞാനില്ല എന്ന് പറഞ്ഞോളൂ, ദൈവമില്ല എന്ന് പറഞ്ഞോളൂ, ദൈവത്തിന് എന്ത് വേണേ പറഞ്ഞോളൂ, ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യുന്ന ആളല്ല ഈശ്വരൻ. ഈശ്വരനെ കുറ്റപ്പെടുത്തിയെന്നോ തെറി പറയുന്നോ കരുതി, ഇല്ലെന്ന് പറയുന്നോ കരുതി ഒരാൾക്ക് ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. പക്ഷേ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് എൻ്റെ ഭക്തനെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉപദ്രവിക്കാനോ അയാളുടെ ജീവിതം നശിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ ഇടപെടും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അത് ഇത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിലാണ് ഇതല്ലേ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വാട്ടർ ടാങ്കിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവസാനം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, കഥകൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ സംസാരിച്ച് പോകുമ്പോഴത്തേക്ക് പല ഇതിലേക്ക് അങ്ങ് കയറിപ്പോവും. അതുകൊണ്ട് ആണ് നമ്മുടെ ഛായാമുഖി എന്ന് പറയുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഓൺലി സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കഥകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ തന്നെയാണ്. പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും കഥകളും മാത്രമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. മോട്ടിവേഷനും മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. ആവശ്യമുള്ളവർ, കേൾക്കാൻ ബോറടിക്കത്തില്ല എന്നുറപ്പുള്ളവർ അതൊന്ന് സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് പറയാൻ. വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം മനസ്സിലായല്ലോ. ഒന്നുകിൽ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്, ഏറ്റവും ഉത്തമം തെക്ക് പടിഞ്ഞാറ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.